ഗൈസ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും റമദാൻ മുബാറക്. ഇന്നിപ്പോൾ കാണിക്കുന്നത് എൻ്റെ ഒരു റമദാൻ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഈ ഡേ ഇൻ മൈ ലൈഫ് മാത്രമേ ഇപ്പോൾ നമ്മളെ ചാനലിലുള്ളൂ. ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ കുറച്ച് മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായത്, ഒരു 4 ദിവസം മുന്നേ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായതാണ്. അപ്പം ഇപ്പം അന്ന് എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇടാനുള്ള ഒരു ടൈമൊക്കെ ആയി. അപ്പോൾ അങ്ങനെ ഈ ഒരു ടൈം നമ്മളെ സുഹൂറിൻ്റെ ടൈം ഇട്ടാ ഒരു 4:15 ആയപ്പോൾ ഞാൻ എണീറ്റിട്ടുണ്ട്. ഞാൻ കാര്യമായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കൂല, ചായ ഉണ്ടാക്കും. പിന്നെ രാത്രി എന്താണ് ഫുഡ് ഉണ്ടാക്കിയത് അത് തന്നെയാണ് കേട്ടോ കഴിക്കലുള്ളത്. അപ്പോൾ ചായ നിർബന്ധമായതുകൊണ്ട് ചായ എങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. എനിക്കിപ്പോൾ അത്താഴം കഴിച്ചില്ലെങ്കിൽ നോർമലായിട്ടുള്ള ഒരു വെള്ളം കുടിക്കാനൊക്കെ തോന്നില്ല, അങ്ങനത്തെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ. അല്ലാണ്ട് പ്രത്യേകിച്ച് എനിക്ക് വലിയ ക്ഷീണം വരുന്നും ഉണ്ടാവില്ല. പക്ഷേ എണീറ്റ സ്ഥിതിക്ക് ഞാനിത് ദോശയും മീൻകറിയും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഷെപ്പിക്കാക്കായാലും പ്രത്യേകിച്ചൊന്നും കഴിക്കാനൊന്നും വേണ്ട, ഇങ്ങനെ മുട്ട എങ്ങനെ പുഴുങ്ങി അത് മതി. അതുകൊണ്ട് ഞാൻ മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയും മുട്ട പുഴുങ്ങിയതാക്കിയിട്ട് കഴിച്ചിട്ട് ഷെപ്പിക്ക് നേരെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നേരെ പണിക്ക് പോകട്ടെ ചെയ്യുക. ഞാൻ പിന്നെ നിസ്കാരം ഒത്തും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും കിടന്നുറങ്ങും. എൻ്റെ വീട്ടിലൊക്കെ ആയിരിക്കുന്ന ടൈമിൽ ഈ ഒരു ഉറക്കം ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ടൈം ഉറങ്ങും, ഒരു 12 മണി വരെയൊക്കെ വേണമെങ്കിൽ ഉറങ്ങും കേട്ടോ. പിന്നെ ഇവിടെ ആകുമ്പം അത് നടക്കൂലല്ലോ, കാര്യം ഒറ്റക്കായതുകൊണ്ട്. ഇപ്പം ഐസും മാലിക്കും എണീറ്റ് കഴിയുമ്പം തന്നെ ഞാൻ എണീക്കും. അങ്ങനെ ഒരു 9-9:30 ഒക്കെ ആയപ്പോഴത്തേനും ഐസും മാലിക്കും എണീറ്റിട്ടുണ്ടായിരുന്നു. എണീറ്റപ്പോൾ തന്നെ അവർ നല്ല മൂടായതുകൊണ്ട് രണ്ടാളും നല്ല കളി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാനും അതിൻ്റെ പുറകെ തന്നെ എണീറ്റ് വന്നിട്ട് എൻ്റെ ഓരോ പണികളായിട്ട് ഒരുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഐസുനും മാലിക്കിനും ആദ്യം തന്നെ ചായയും മുട്ട പുഴുങ്ങിയതും മറ്റേ കായ് വാട്ടിയതും ഒക്കെ ആയിട്ട് അങ്ങനെ ഒപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടാ. അപ്പം എനിക്ക് വേറെയും കുറേ പണിയുണ്ട് കേട്ടോ. കാര്യം കുറച്ച് കടിയൊക്കെ ഉണ്ടാക്കി ഫ്രീസറിൽ വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഫ്രീസ് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് ആവശ്യമില്ല. ഇപ്പം എന്താ പറയുക, നോമ്പിൻ്റെ ആദ്യത്തെ 10 മാത്രമേ ഞാൻ ഉത്സാഹത്തിൽ ഫുഡൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. 2ാമത്തെ 10 ആകുമ്പോഴത്തേക്കും എനിക്ക് മടി വരും. അപ്പോൾ പിന്നെ ഞാൻ കുറച്ചൊക്കെ എടുത്ത് പൊരിക്കലും അങ്ങനെയൊക്കെ ഫ്രീസറിന് എടുത്ത് പൊരിച്ച് കഴിക്കലും ഒക്കെ ആയിട്ട് കഴിക്കും. പിന്നെ 3ാമത്തെ 10 ആകുമ്പോഴത്തേക്കും പുറത്തുനിന്ന് വാങ്ങാനൊക്കെ തുടങ്ങും കേട്ടോ. മടിയാണ് സാറേ, വേറെ ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഇന്നത്തെ പണിക്ക് ഇറങ്ങി ആദ്യം തന്നെ ഞാൻ അലക്കാനുള്ള തുണിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ഒരു 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ അലക്കില്ലല്ലോ. ഇന്നിപ്പം അലക്കാനുള്ള ദിവസമായതുകൊണ്ട് അങ്ങനെ തുണിയൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് ഇട്ട്. ഇപ്പം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. എനിക്കങ്ങനെ മുറ്റൊക്കെ അടിച്ച് വരാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ തന്നെ എന്താ പറയുക ഫ്രീസ് ചെയ്യാനുള്ള കടിയൊക്കെ സെറ്റാക്കാൻ വേണ്ടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിവിടെ സമൂസ ലീഫ് എടുത്തിട്ട് നമ്മൾ ഇറച്ചിയുടെ വന്നിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം പൊതുവേ എൻ്റെ അടുത്ത് മൈദ പരത്തിയിട്ട് ഉണ്ടാക്കലാണ് നമ്മൾ. പിന്നെ ഇപ്രാവശ്യം ഏതായാലും സമൂസ ലീഫ് വാങ്ങിയപ്പം ഞാൻ അതിനകത്ത് അങ്ങനെ ഉണ്ടാക്കിയിട്ടായിരുന്നു ഫ്രീസ് ചെയ്ത് വെക്കുന്നത്. ഞങ്ങളിവിടെ കുടിയിൽ കൂടിയിട്ടില്ല 2ാമത്തെ നോമ്പാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ എനിക്ക് ആദ്യത്തെ നോമ്പിന് ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് തന്നെ ഓർമ്മയില്ല. കാര്യം ഒന്നും എനിക്ക് കുക്കിങ്ങിൻ്റെ ഒന്നും ABCD അറിയാത്ത സമയമായിരുന്നു. പിന്നെ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഞാൻ കുറേയൊക്കെ കുക്കിംഗ് പഠിച്ച്, അതുകൊണ്ട് തന്നെ ഞാൻ എന്തൊക്കെയോ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കണം എന്നൊക്കെ മനസ്സിലുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാം ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കാര്യം ഒന്നും പറയാൻ വേണ്ടി പറ്റൂല. ഈ ഉത്സാഹം അങ്ങത്തോളം ഉണ്ടാവുമെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഉത്സാഹം ഇല്ല ടൈമിൽ വേഗം ഇതിങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ കുറച്ച് കായടിയും കൂടി ഉണ്ടാക്കി ഫ്രീസ് ചെയ്യണമെന്ന് വിചാരിച്ചത്. പിന്നെ ഇപ്പം ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം കുളിയും കാര്യമൊക്കെ കഴിഞ്ഞിട്ട് ഐസൂനും മാലിക്കൂനും അല്ലേ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നോമ്പൊക്കെ എടുത്തിട്ട് മീനൊക്കെ മുറിക്കാന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് കുറച്ച് അടങ്ങാറുള്ള പരിപാടിയാണ്. പിന്നെ വേറെ വയ്യൊന്നുമില്ലല്ലോ. അപ്പം പിന്നെ കുറച്ച് മീനൊക്കെ എടുത്ത് മുറിച്ച് കറി ഉണ്ടാക്കിയിട്ടുണ്ട്, പൊരിച്ചതും ഉണ്ടാക്കിയിട്ടുണ്ട്, ചോറും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഐസൂനാണെങ്കിലും മാലിക്കനാണെങ്കിലും പൊരിച്ച മീനൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കുന്നത് അതൊന്നും ഇഷ്ടം. അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കൊന്നും കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ അവർക്ക് അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ എൻ്റെ ബെഡ്റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടാ. കാര്യം ഇത് കിടക്കൽ മാത്രമെന്നല്ല ഇപ്പോഴത്തെ മെയിൻ പരിപാടിയായിട്ട് വരുന്നത്. നമ്മൾ എന്ത് പണി കഴിഞ്ഞാലും ഒരു കിടത്തം അത് നിർബന്ധമാണ്. അപ്പോൾ പിന്നെ ഇതിങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും ഒന്ന് നീറ്റാക്കി ഇടാന്ന്. ഇതിങ്ങനായി കണ്ടാൽ തന്നെ ഭയങ്കര സമാധാനമാണ് കേട്ടോ. കാര്യം ഇതിങ്ങനെ എപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ കാണുമ്പോൾ നല്ലോണം കണ്ടോണം. അങ്ങനെ ഇത് മൊത്തം വൃത്തിയാക്കി നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേനും എനിക്ക് എൻ്റെ കൊറിയർ വരുന്നുണ്ട് കോൾ ഉണ്ടായിരുന്നു കേട്ടോ. ആ കൊറിയർ ഇപ്പോൾ വരുന്നല്ല, നമ്മളെ മാലിക്കുൻ്റെ ഡയപ്പർ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിന്. അങ്ങനെ അതും കൂടി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പറയലാണെങ്കിൽ ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് ഒരു പണി എടുക്കാനും വലിയ മടിയൊന്നുമില്ല കേട്ടോ. പിന്നെ ഏറ്റവും മടിയില്ല 2 പണി എന്ന് പറയുന്നത് ഒന്നിങ്ങനെ തുണിയൊക്കെ ഫോൾഡ് ചെയ്ത് വെക്കൽ, പിന്നെ 2ാമത്തെ പണി പാത്രം കഴുകൽ. നമ്മൾ നോമ്പ് മുറിക്കാനൊക്കെ ഭയങ്കര ഉത്സാഹമായിരിക്കും. അത് കഴിഞ്ഞിട്ടില്ല പാത്രം കഴുകലാണ് പണി. അങ്ങനെ അത് രണ്ടുമാണ് ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പണി വരുന്നത്. അങ്ങനെ ഇന്നിപ്പോൾ കുറേ തുണി ഉണ്ടായിരുന്നു മടക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ അതൊക്കെ മടക്കി അലമാര കയറ്റുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അലക്കിയ തുണി കൂടി വന്നാൽ ഒരു കുന്നോളാവും. അപ്പോൾ പിന്നെ അതൊക്കെ മടക്കി സെറ്റാക്കിയിട്ട് ഞാനിത് ഐസൂനും മാലിക്കൂനും ഉള്ള ചോറൊക്കെ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് 2 ഞാനിങ്ങനെ ഒന്നിച്ചെടുത്തിട്ട് ഉരുളയാക്കിയിട്ട് വാലിട്ട് കൊടുക്കാൻ കേട്ടോ ചെയ്യാം. ഇപ്പം കുറച്ച് നേരത്തെ
നേരത്തെ തന്നെ ആ പരിപാടിയൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വൈകുന്നേരത്തേക്കുള്ള കടിയിൽ ഒന്നുണ്ടാക്കാനാട്ടോ പോകുന്നത്. അപ്പം ഞാൻ ക്യാരറ്റ് കുംസേനും ഉണ്ടാക്കുന്നത്. എൻ്റെ വീട്ടിലൊക്കെ ഇത് ഉണ്ടാക്കുമ്പം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ടിട്ടേനും ഉണ്ടാക്കില്ല കേട്ടോ. ഞാനിപ്പം എല്ലാം കൂടി മിക്സിയിലടിച്ചിട്ട് കുറച്ച് എളുപ്പത്തിലേനും ഉണ്ടാക്കിയിട്ടുണ്ടായി. ഞാനിപ്പം ഈ ഒരു രീതിക്ക് ക്യാരറ്റ് കുംസ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഞാനിപ്പം ഈ ഒരു രീതിക്ക് തന്നെ ഇപ്പം ഉണ്ടാക്കല്. കാര്യം ഇതാണ് ടേസ്റ്റ് അധികം എന്നാണ് എനിക്ക് തോന്നല്. അപ്പം എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുമ്പം കുറച്ച് കാഷ്യും എന്താ പറയുക നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കും. പക്ഷെ ഞാനിവിടെ ഇപ്പം ഇതൊന്നും ഇട്ടിട്ടില്ല. ഇട്ടാലും അതൊക്കെ നമ്മൾ പുറക്കി മാറ്റി വെച്ചിട്ട് എനിക്ക് കഴിക്കല്. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ അതൊന്നും ഇട്ടിട്ടില്ലേനു. ഇതിനി ആവാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റെല്ലാം എടുക്കും. അപ്പോൾ അത്രയും ടൈം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പിന്നെ ഫോൺ നോക്കി ഇരിക്കണ്ട, വേഗം ഒന്ന് മുറ്റൊക്കെ അടിച്ചിടാന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ പൊതുവേ ഇല്ല ദിവസമാണെങ്കിൽ ഞാൻ എന്താ പറയുക ഫോണൊക്കെ നോക്കി ഇരുന്നിട്ടായിരിക്കും 20 മിനിറ്റൊക്കെ കഴിക്കല്. പിന്നെ ഇന്നിപ്പോൾ മുറ്റം തികച്ചും എന്താ പറയുക കാട്ടുണ്ടേനും. അപ്പോൾ ഞാൻ 2-3 ദിവസമായി പുറത്തേക്ക് തന്നെ ഇറങ്ങിയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ അങ്ങനെ അടിച്ചു വാരി ഇട്ടിട്ടുണ്ടേന്. മുറ്റത്ത് ഇറങ്ങി ചെയ്യാത്ത ആൾ ഇറങ്ങിയാലുണ്ടാവുന്ന ഒരു അതിശയത്തിൽ വന്നിട്ടാ ഞാൻ ഈ ചെടിയും പൂവെല്ലാം ആദ്യമായിട്ട് കാണുന്ന പോലെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന കാര്യം. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഈ മഞ്ഞ പൂത്ത് നിൽക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ വീട്ടിലും ഇത് തികച്ചുണ്ടായിട്ടുണ്ടായിന്. അവിടുന്ന് ഒരു കൊമ്പൊക്കെ പൊട്ടിച്ചു കൊണ്ടുവന്ന് നട്ടിട്ട് ഞാനൊരു പ്രതീക്ഷയില്ലാണ്ട് നട്ടതേനും. പക്ഷെ മൊത്തം നല്ല സെറ്റായി വളർന്നിട്ടുണ്ട്. കാഴ്ച കാണലെല്ലാം കഴിഞ്ഞൊരു 15 മിനിറ്റ് ആയപ്പോൾ തന്നെ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ കേക്കും സെറ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഭാഗം നോക്കിയപ്പോൾ കുറച്ചുകൂടി ആവാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടിഭാഗം നല്ലോണം സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് പാനിലേക്ക് തിരിച്ചിട്ടിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനിത് പാനിലേക്ക് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കണ്ട് വെച്ചിട്ടുണ്ടായിന്. അപ്പത്തിന് നമ്മളെ കേക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പൊതുവിൽ ഞാൻ വെച്ചാൽ ഒരു ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് രണ്ടാക്കിയിട്ട് ഒരു ദിവസം ഒരു പാതി എടുക്കും, ഒരു ദിവസം ഒരു പാതി എടുക്കട്ടെ. ഇതിപ്പോൾ ചെറിയ പാത്രത്തിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായത് ഒരു 3 മുട്ട വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം അങ്ങനെ ഇതിപ്പം ഇന്നേക്ക് എടുക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആക്കി കുറച്ച് ഇറച്ചിയടിയും കൂടി പൊരിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 6:15 ആയിട്ടേ ഉള്ളൂ. അപ്പം തന്നെ ഞാനിതാ ഫുള്ളായിട്ട് സെർവ് ചെയ്ത് വെക്കുന്നുണ്ട്. കാര്യം ഈ പരിപാടി നേരത്തെ കഴിച്ചാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മളെ കേക്കും കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. സംഭവം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോൾ ഉണ്ടാക്കിയതിനേക്കാളും കൂടുതൽ എന്തോ സ്പെഷ്യലായിട്ട് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക്. നമ്മൾ പൊരിച്ച് വെച്ച ഇറച്ചിയടി എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് ആയിട്ട് പത്തക്കയും മുന്തിരിയും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് സപ്പോർട്ട് ചെയ്യുന്നു അടിച്ചിട്ടുണ്ടായത്. ഇവിടെ സപ്പോർട്ട ജ്യൂസ് അടിക്കല് എന്ത് ജ്യൂസ് ആണെങ്കിലും അടിക്കുന്ന ഡ്യൂട്ടി ഷെപ്പിക്കാരുണ്ട്. ഷെപ്പിക്ക് ഇതാ സപ്പോർട്ടയും കൂടി അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഫ്താർ ടൈമിൽ ചായ ഉണ്ടാക്കൽ ഭയങ്കര കുറവാണ് കേട്ടോ. ഇനിയിപ്പോൾ ജ്യൂസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മാത്രമായിരിക്കും ചായ ഉണ്ടാക്കിയുള്ളൂ. അങ്ങനെ ജ്യൂസ് ഇല്ലാണ്ട് ഇന്നിപ്പം ചായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ പങ്കൊക്കെ കൊടുത്ത് നമ്മൾ നോമ്പൊക്കെ മുറിച്ചിട്ടുണ്ടായിന്. ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള പാത്രം കേലാണ് കേട്ടോ പണി. അതിനൊക്കെ ഭയങ്കര മടിയാണ്. അങ്ങനെ പിന്നെ ഷെപ്പിക്കും കൂടി ഹെൽപ്പ് ചെയ്താൽ ഓക്കെ ആണ് കേട്ടോ. പിന്നെ ഷെപ്പിക്ക നേരെ പള്ളിയിലൊക്കെ പോയി ആ ടൈമിൽ എൻ്റെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നെയ്പ്പത്തലും ബീഫ് കറി വന്നിട്ട് ഉണ്ടാക്കി. അങ്ങനെ ഷെപ്പിക്ക വന്ന ശേഷം നമ്മൾ ഇതാ നെയ്പ്പത്തലും ബീഫ് കറിയൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. കൂടെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കണ്ട കേട്ടോ.